കല്ലു, നമ്മളിവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് മിക്കവാറും അവരുടെ മനസ്സിലുള്ളൊരു സംഭവം എന്താണെന്നറിയോ? നിന്ന് കഥാപ്രസംഗം പറയാതെ കൊച്ചിനെ കൊണ്ട് പാടിക്കടാ, കാല് തല്ലി ഓടിക്കടാ എന്ന് പറയുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നീണ്ട സംഭാഷണങ്ങൾ എപ്പോഴും കുറച്ചൊക്കെ ബോറിംഗ് ആയിരിക്കും. നമുക്ക് ധനയുടെ ഏറ്റവും ആദ്യം ഒരു ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട്. ഇപ്പോ സുന്ദരനായവനി എന്ന് പറയുന്ന സോങ് ആണ്. അപ്പോൾ നജീബ് സാർ റെക്കമെൻഡ് ചെയ്ത സോങ് ആണ്. അപ്പൊ അത് തന്നെ ആദ്യമായിട്ട് പാടി തുടങ്ങാം. സുന്ദരനായവനേ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, ഉള്ളിൻ ഹിലാലായ കണ്ണിൻ ജമാലായ കാതിൻ കലാമായ പാരിൻ കമാലായ കാറ്റത്തൊരു പൂവിൻ്റെ മധുരിക്കും മണമായ സുന്ദരനായവനേ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, ഉള്ളിൻ ഹിലാലായ കണ്ണിൻ ജമാലായ കാതിൻ കലാമായ പാരിൻ കമാലായ കാറ്റത്തൊരു പൂവിൻ്റെ മധുരിക്കും മണമായ സുന്ദരനായവനേ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്. ചേലിലാലത്തിൻ നെഞ്ചത്തോരപ്പിൻ്റെ ജബലുകൾ തീർത്തോരു കോനേ, നേരിനാഴത്തിൽ നീയത്തോരപ്പിച്ച് അമലുകൾ സീനത്താക്കേണേ, ലാവിൻ അജബിൻ്റെ തോപ്പിൽ ഇണക്കത്തിൽ ഹൃദയങ്ങൾ വിരിച്ച ഹുബേ, നാവിൻ അദബിൻ്റെ നൂറിൻ തിളക്കത്തിൽ വാക്കിന്നിൽ മുത്താക്ക് റബ്ബേ, സുന്ദരനായവനേ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, ഉള്ളിൻ ഹിലാലായ കണ്ണിൻ ജമാലായ കാതിൻ കലാമായ പാരിൻ കമാലായ കാറ്റത്തൊരു പൂവിൻ്റെ മധുരിക്കും മണമായ സുന്ദരനായവനേ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്. താങ്ക് യു. ധന പാടി കഴിഞ്ഞിട്ട് പിന്നെ സംസാരിക്കാനാണ് പ്രയാസം. കാരണം ഇത്രയും നല്ല ശബ്ദം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ശബ്ദം വരുമ്പോ ആളുകൾ വിചാരിക്കും, ഓ ഇത് വേണ്ടായിരുന്നു, പാട്ട് മാത്രം മതിയായിരുന്നു. ധനയ്ക്കൊരു കലക്കം കേടി കൊടുക്കാം എല്ലാവരുടെയും പാട്ട്. താങ്ക് യു. അടിപൊളി അടിപൊളി. കല്ലു, നമുക്ക് ധനനെ കൊണ്ട് ഒരു പാട്ട് കൂടി പഠിപ്പിക്കണ്ടേ? ഒരു പാട്ട് കൂടെ ഇപ്പൊ തന്നെ ഒരു പാട്ട് ഇതേ മൂടി തന്നെ. ഓക്കെ, ഈ മൂഡ് കളയണ്ട. हे दिन तड़ाक आजा उठ के सराट पैरों से बीड़ी जरा खोल, ना गाड़ संग ढोल बाजे धाई 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 दम दाई, ना गाड़ संग ढोल बाजे धाई 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 दम दाई. हे दिन तड़ाक आजा उठ के सराट पैरों से बीड़ी जरा खोल, ना गाड़ संग ढोल बाजे धाई 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 दम दाई, नगाड़ संग ढोल बाजे धाई 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 दम दाई. रे कट कट हाँ कट कट बाज 10 तक वो ना अब तर आजा, रे तर 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 हाँ कांपे दर दर, हाँ डर डर जी से डर अब नाना, बाहों में बोला रे बोल मोर बदला रे दिल का बोल, नगाड़ संग ढोल बाजे धाई 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 दम दाई, नगाड़ संग ढोल बाजे धाई 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 दम दाई. हे दिन तड़ाक आजा उड़ के सराट पैरों से बीड़ी जरा खोल, ढोल बाजे धाई 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 दम दाई, नगाड़ संग ढोल बाजे धाई 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 दम दाई. താങ്ക് യു. ഒരു ഉഗ്രകേടി. ശരിക്കും എനിക്ക് തോന്നുന്നു
ഈ രാത്രി അവസാനിക്കാതിരിക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് പാട്ട് കേൾക്കായിരുന്നു തന്നെ അതെ, അല്ലേ? അതെ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ കോഴിക്കോടാണെങ്കിലും മലപ്പുറം ആണെങ്കിലും ഒക്കെ വൈകുന്നേരം മജ്ലിസ് എന്ന് പറയും. നമ്മളിങ്ങനെ വട്ടം കൂടി ഇരുന്നിട്ട് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. സെറ്റപ്പുകളുള്ള വീട് ഒരുപാട് കോഴിക്കോടും നമുക്ക് തന്നെ ഒരുപാട് സുഹൃത്തുക്കളുടെ വീടുകളുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ജയേട്ടന്റെ അടുത്ത് പോകുന്നു. ജയൻ ബിലാത്തിക്കുളം നമ്മുടെ സുഹൃത്തുണ്ട്. മൂപ്പരുടെ ഒരു ആർട്ടിസ്റ്റ് ഹൗസ് ഉണ്ട്. നമ്മൾ അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് അവിടെ തബലയുണ്ട്, ഹാർമോണിയം ഉണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ കോരപ്പുഴയുടെ തീരത്ത് പള്ളിയിൽ കീബോർഡ് വായിക്കായിരുന്നു. കൊയറിൽ മെമ്പർ ആയിരുന്നു. അപ്പൊ മാത്തുക്കുട്ടി കീബോർഡ് വായിക്കും. അപ്പൊ മാത്തുക്കുട്ടി ഹാർമോണിയം ഒക്കെ എടുത്ത് വെച്ചിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ തന്നെ ഒരു പാട്ടൊക്കെ പാടാറുണ്ട്. ഒന്നും അറിഞ്ഞുകൂടാത്ത നമ്മൾ പോലും അവിടെ പോയ പാട്ട്. അതെ, ദാനയുടെ ഫാമിലി ഒരു എക്സാമ്പിൾ ആണ്. ദാനയുടെ ഉപ്പ പാട്ട് പാടും, ഉമ്മ പാട്ട് പാടും, അനിയൻ പാട്ട് പാടും. അനിയനും ഈ പസൂരി എന്ന് പറയുന്ന ആൽബം സൂപ്പർ ഹിറ്റ് ആണ്. എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ ഫാമിലിയെ കുറിച്ച് പറയുന്നു, ഫാമിലിയുടെ ഹാപ്പിനെസിനെ കുറിച്ച് പറയുന്നു. തന്നെ നമ്മൾ അതിന്റെ ഒരു നേരിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണെന്ന് പറയുന്നു. നമ്മുടെ പാട്ട് എത്രമാത്രം കുടുംബങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്? ദാനയുടെ അഭിപ്രായത്തിൽ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ, ഞാൻ ഇങ്ങനെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ ഇപ്പൊ പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസിന്റെ പവർ എത്രത്തോളാണെന്ന് അറിയില്ലായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് ഉമ്മമാര്, വല്യമ്മമാര്, ചെറിയ കുട്ടികളൊക്കെ എന്നോട് കുറേ പേര് പ്രോഗ്രാംസിന് പോകുന്നേരം ചെറിയ കൈക്കുഞ്ഞായിട്ടൊക്കെ അമ്മമാര് വന്നിട്ട് പറയും, നമ്മൾ എന്ത് ചെയ്താലും ഇവർ ഉറങ്ങില്ല, ദാനയുടെ പാട്ട് വെച്ചാൽ ഇവർ ഉറങ്ങും. അപ്പം ഈ പാട്ടിനുള്ളൊരു ഇൻഫ്ലുവൻസ് അത്രത്തോളം. അതേപോലെ ഇപ്പോഴത്തെ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് പഴയ ആൾക്കാർക്കൊന്നും അതത്ര യൂസ് ചെയ്യാനൊന്നും അറിയില്ല. പക്ഷെ അവരിത് കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും പാട്ടുകൾ കേൾക്കാൻ വേണ്ടി യൂട്യൂബ് ഇങ്ങനെ ഓൺ ചെയ്ത് കൊടുക്കും, മരുമക്കളോടൊക്കെ തുറന്നു തരാൻ പറയും. അപ്പൊ അത് പാട്ടിന്റെ ഇൻഫ്ലുവൻസ് അത്രത്തോളാണ്. അത് സപ്പോർട്ട് അത് ആസ്വദിക്കാത്ത ആൾക്കാരുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് ഒരു കാര്യം പറയുകയാണെങ്കിൽ പരസ്പരം അപ്പുറം നിന്ന് പാട്ട് പാടുന്ന, ഒരുമിച്ചിരുന്ന് പാട്ട് പാടുന്ന അങ്ങനെയുള്ള ഗ്യാതറിങ്ങൾ വീട്ടിലുണ്ടാവാറുണ്ടോ? ഉറപ്പായിട്ടും. ഞങ്ങളുടെ നാട്ടില് കല്യാണങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളെ കുടുംബത്തിൽ തന്നെ എൻ്റെ ഉമ്മാന്റെ വീട്ടുകാരും ഉപ്പാന്റെ വീട്ടുകാരും എല്ലാവരും പാട്ട് പാടും. അപ്പൊ നമ്മൾ തന്നെ പാട്ടുണ്ടാക്കി ലിറിക്സ് എഴുതി കമ്പോസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എല്ലാ കല്യാണങ്ങൾക്കും വട്ടത്തിലിരുന്ന് നമ്മൾ എല്ലാവരും പാടും. അതൊരു വല്ലാത്തൊരു മെമ്മറി തന്നെയാണ്. അങ്ങനത്തെ പാട്ട് ഓർമ്മയുണ്ടോ? ഒരു 8 വരിയൊക്കെ ഓർമ്മയുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കല്യാണ പാട്ട് പാടിയാലോ? ഇനി എന്തുകൊണ്ടാണ് പറയണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കല്യാണങ്ങൾക്ക് മലപ്പുറത്ത് വരാറുണ്ട്. കല്ലുവിന് ഏറ്റവും പ്രിയപ്പെട്ട കല്ലു എനിക്ക് 56 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെന്നല്ലേ? 56ഓളം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. 46ഓളം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ്. ഒരുപാട് തരത്തിലുള്ള ഫുഡുകൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഞാനും കല്ലു മാത്രം എനിക്ക് തോന്നുന്നു 26 രാജ്യങ്ങൾ പോയിട്ടുണ്ട്, ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. തായ്ലൻഡോട് 27 രാജ്യങ്ങളായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് കല്ലുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കല്ലു ഏറ്റവും ആദ്യം പറയുന്ന ഉത്തരം അത് മലപ്പുറത്തെ കുട്ടൻ ബിരിയാണിയാണ് എന്നാണ്. കല്യാണങ്ങൾക്ക് ഉണ്ടാക്കുന്ന കുട്ടൻ ബിരിയാണി. നമ്മളിപ്പോൾ ഒരു സദ്യ കഴിച്ചിട്ട് ഒരു കല്യാണത്തിൽ പോയാൽ പോലും ആ കുട്ടൻ ബിരിയാണി പൊട്ടിക്കുന്ന ആ മണം കേട്ട് കഴിഞ്ഞാൽ വയറ്റിൽ കിടക്കുന്ന സാധനം അരമണിക്കൂർ കൊണ്ട് കത്തിപ്പോവും. ഇത് എങ്ങോട്ട് പോകുന്നെന്ന് മനസ്സിലാവില്ല കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്. മലപ്പുറത്ത് ഈ പെരുന്നാൾക്ക് ഉണ്ടാക്കുന്ന ഒരു തേങ്ങാച്ചോറും വറുത്തരച്ച ബീഫ് കറിയും ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൊതി വരുന്നു, കഴിക്കാൻ തോന്നാ. പിന്നെ നമ്മൾ പൊതുവെ മലബാറുകാരെ തിരിച്ചറിയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പല നാടുകളിൽ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് ഒരാൾ നമുക്ക് വന്ന് കൈ തന്നിട്ട് നിന്റെ നാട് ഏതാണ്, നിന്റെ പേരെന്താണ്, നീ എങ്ങോട്ടാണ് പോകുന്നത്, നീ എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ നമ്മുടെ അടുത്ത് ഇജ്ജ് കഴിച്ചിനാ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അതൊരു മലപ്പുറംകാരനോ കോഴിക്കോടുകാരനായിരിക്കും, ഒരു സംശയമില്ല. കല്ലു, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കല്യാണ പാട്ട് മാരനെ കാത്തു നിൽക്കും മണിമലർ മുഞ്ചത്തി മിഴികളിൽ നാണത്തിൻ തിരുനാളും, മിഴികളിൽ നാണത്തിൻ തിരുനാളും, മണിമഞ്ചത്തേരിലേറി മണവാളൻ വരുന്നുണ്ട്, ദമ്പതികൾക്ക് ആശംസ നേർന്നിടുന്നേ, ദമ്പതികൾക്ക് ആശംസ നേർന്നിടുന്നേ. മാരനെ കാത്തു നിൽക്കും മണിമലർ മുഞ്ചത്തി മിഴികളിൽ നാണത്തിൻ തിരുനാളും, മിഴികളിൽ നാണത്തിൻ തിരുനാളും. മർഹബ 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 മർഹബ. ശരിക്കും സിനിമാ പാട്ടിനേക്കാളും കിടക്കാച്ചി പാട്ടാണോ കല്യാണ പാട്ട്? കല്ലു, ഇത് വീഡിയോ ചെയ്തൂടെ? ചെയ്യണം അല്ലേ? ഉപ്പേനെയും കൂട്ടാ അതിനകത്ത്. ഓക്കെ. ഇതുപോലത്തെ പാട്ടുകൾ നിങ്ങൾ തന്നെ എഴുതി വരി ചെയ്ത് അതിനകത്ത് വേറെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ല, അതിനകത്ത് 40% കൊടുക്കേണ്ട ആവശ്യമില്ല, മുഴുവൻ നിങ്ങളിലേക്ക് തന്നെ വരും.
അതിനിടയ്ക്ക് ബിസിനസ് ഒക്കെ സംസാരിക്കുന്നു. സ്കെയിലപ്പ് ആണല്ലോ അല്ലേ? Scale up. ഓക്കെ കല്ലു, ഇനി ദാനയുടെ ഒരു പാട്ട്. तुझ में रब दिखता है यारा मैं क्या करूं, तुझ में रब दिखता है यारा मैं क्या करूं, सजदे सर झुकता है यारा मैं क्या करूं, तुझ में रब दिखता है यारा मैं क्या करूं, रब ने जोड़ी എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മുടെ അടുത്ത് 9 മണി മാക്സിമം 9:15 എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോ 9:30 സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സാധാരണ ഏതെങ്കിലും ഒരു ഷോയ്ക്കൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോണം എന്നുള്ള തോന്നല വരിക. പക്ഷെ നിങ്ങളൊരൊറ്റ ഫാമിലി ആയിട്ട് ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രോഗ്രാം ഇത്രയും സക്സസ് ആയിട്ട് നമുക്കിവിടെ അവതരിപ്പിക്കാൻ പറ്റിയെന്നുള്ള കാര്യം നമ്മൾ ഹൃദയത്തിൽ തൊട്ട് പറയാണ്, കംപ്ലീറ്റ്ലി ആത്മാർത്ഥമായിട്ട് പറയാണ് കേട്ടോ. ദാനയുടെ ഒരു പാട്ടും കൊണ്ട് ഒരു ഫൈനൽ, എനിക്ക് തോന്നുന്നു ഒരു ഫൈനൽ പാട്ടായിട്ട് എനിക്ക് ദാനയോട് റിക്വസ്റ്റ് ഉണ്ട്. ഈ നമുക്ക് എല്ലാ കാലത്തുമുള്ള എല്ലാ തലമുറയിലുള്ള ആളുകളെ ഇന്ത്യ മുഴുവൻ സ്വാധീനിച്ച ഇന്ത്യയുടെ മുഴുവൻ വാനമ്പാടി എന്ന് പറയുന്നത് ലതാ മങ്കേഷ്കറാണ്. ലതാ മങ്കേഷ്കറിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടൊരു പാട്ടുണ്ട്, അത് ഈ രാത്രി തീരാതിരുന്നെങ്കിൽ എന്നർത്ഥമുള്ളൊരു പാട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ രാത്രി തീരാതിരിക്കാനാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ പാട്ട് ഫൈനലി പാടിപ്പിക്കാം ദാനനെ കൊണ്ട്. അതെന്റെ റിക്വസ്റ്റ്. ലഗ് ജാഗലേ, ഓക്കെ. लग जा गले के भीड़ ये हंसी रातों न हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जा गले. Thank you all, thank you so much. താങ്ക് യു. അപ്പൊ ഇനി രാത്രി യാത്രയില്ല. വന്നു ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു പെരിന്തൽമണ്ണ. താങ്ക് യു സോ മച്ച്. താങ്ക് യു നജീബിക്ക.